ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്ര ഫ്രൈ ആണ്. ഓക്ര എന്താണെന്നല്ലേ? നമ്മുടെ നാടൻ വെണ്ടക്ക തന്നെയാണ് ഈ ഓക്ര എന്ന് പറയുന്നത്. സോ വേറെ പേരുകൾ ഇതിനുണ്ട്. അപ്പോൾ അറിയാവുന്ന പേരുകൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതിതുപോലെ മുകൾ ഭാഗവും താഴ്ഭാഗവും നല്ല രീതിയിൽ കട്ട് ചെയ്ത് ക്ലീനാക്കി മാറ്റി വയ്ക്കുക. നമുക്കറിയാം, പൊതുവേ നമ്മൾ വെണ്ടയ്ക്ക കുഞ്ഞി പീസാക്കി അത് തോരനൊക്കെ വെക്കാനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം നേരിയതായി പോകണ്ട, ഇത്തിരി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരുന്നാൽ മതി. എന്നാൽ അധികം കുഞ്ഞായി പോകണ്ട. ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. വെണ്ടക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയാം. ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. അതുപോലെ വൈറ്റമിൻ എ, സി, കെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡൈജഷൻ ഇഷ്യൂസിനൊക്കെ നല്ലൊരു വെജിറ്റബിൾ ആണ് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. സോ ആരും ഒഴിവാക്കേണ്ട, ഇങ്ങനെ കഴിച്ചാലും നല്ലതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. അതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഒരു സ്പൂൺ കോൺഫ്ലവറും ഇടാം. അതുപോലെ മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും, എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്തെടുക്കുക. എല്ലാ വശത്തും എത്തണം. അതുകൊണ്ടിട്ട് നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ടോ അതോ നിങ്ങൾക്ക് കൈ വെച്ചിട്ടാണെങ്കിലും നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. ഇത്തിരി പൊടി കൂടിപ്പോയതോ അല്ലെങ്കിൽ അത് മിക്സ് ചെയ്യാത്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്വല്പം വെള്ളം, ഒരു പേരിനൊരിത്തിരി വെള്ളം നനച്ചു കൊടുക്കാം. ഇനി ഇതാ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടാവണം, ഡയറക്റ്റ് ഇടരുത്. നല്ല രീതിയിൽ തന്നെ ചൂടാവണം. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ മിക്സ് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഇതാ ഏകദേശം ബബിൾസ് വന്നു. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ അതുപോലെ നോക്കുക, അപ്പോൾ തന്നെ കോരി എടുക്കരുത്. ജസ്റ്റ് നല്ല രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാലേ എല്ലാ ഭാഗവും നല്ല മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കഴിക്കാൻ നല്ല സ്വാദാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയൊന്നും പറഞ്ഞ് ശീലമില്ല, എന്നാലും നമ്മുടെ ചാനൽ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിനകത്തേക്ക് പയ്യെ ഇത് എടുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് സംഭവം. ഇനി നമുക്ക് ബാക്കിയുള്ള മിക്സും കൂടി ഇതിനകത്തേക്ക് ഇട്ട് ഇത്തിരി വേപ്പില, ഞാൻ ഇതിനകത്ത് വേപ്പില ഇടാൻ വിട്ടുപോയതാണ്. അത് വേപ്പില, അതുപോലെ ചുവന്ന മുളക് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഇട്ടാൽ കുറച്ചും കൂടെ സ്വാദാണ്. അപ്പോൾ ഞാൻ അതേ എണ്ണയിൽ തന്നെയാണ്, വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതേ എണ്ണയിൽ തന്നെ ബാക്കിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ രണ്ടാമത്തെ പാർട്ടും ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.